വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ HSST കോമേഴ്സിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു 30 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്നും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ HSST കോമേഴ്സ് എക്സാമിന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യും, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പോൾ വൈകുന്നില്ല, ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ EBIT EPS അനാലിസിസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് വി ആർ യൂസിങ് EBIT EPS അനാലിസിസ്. EBIT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്, EPS ഏണിംഗ് പെർ ഷെയർ. The combination of different sources of capital used by the organization to finance its activities. Capital structure. Third question, internal factors affecting capital structure. Profitability, liquidity, flexibility, size of business, nature of business, certainty of income. Next question, purpose of financing. Trading on equity, asset structure. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടീഷൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, കോസ്റ്റ് ഓഫ് ഫിനാൻസിങ്, അതുപോലെ തന്നെ ലീഗൽ റിക്വയർമെൻറ്റ്സ്, ടാക്സേഷൻ, ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ദാറ്റ് maximize the value the company minimizes the cost of capital, that is optimum capital structure. Net income theory states that, net income theory എന്താണ് പറയുന്നത്? Net income theory, value of the firm affected by the capital structure, value of the firm affected by the capital structure എന്നുള്ളതാണ് net income theoryയിൽ പറയുന്നത്. Then net operating income states that value of the firm is not affecting the change in the capital structure. Traditional theory of capital structure introduced by Solomon Isra. Then working capital management structure. Working capital is also known as floating capital, revolving capital or circulating capital. Concepts of working capital, gross concept and net concept. According to gross concept, working capital is investment in current asset. Net working capital is a quantitative concept. Types of working capital classified as permanent working capital, variable working capital and other types. Sources of working capital include long term, short term, then transitionary sources. Long-term source of working capital include shares, debentures, loans from financial institutions, retained earnings, etc. Short-term sources provide commercial banks, public deposit, indigenous bankers, ഇവരൊക്കെയാണ് ഷോർട്ട് ടേം സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. Transitionary sources include trade credit, depreciation, tax liabilities. Working capital approach include hedging approach, conservative approach, aggressive approach, zero working capital approach. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്? ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ്? ക്യാഷ്, റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, റിസീവബിൾസ്. ക്യാഷ്, റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, റിസീവബിൾസ്. ദെൻ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇത് നിങ്ങൾ ഏതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് പഠിച്ചു വെക്കണം. കാരണം എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഫ്രം ദ ഫോളോയിങ് വിച്ച് ആർ നോട്ട് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, നേച്ചർ ഓഫ് ബിസിനസ്, പ്രൊഡക്ഷൻ സൈക്കിൾ, സൈസ് ഓഫ് ബിസിനസ്, ടേൺ ഓവർ,
ടേംസ് ഓഫ് ട്രേഡ്, ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ്, നേച്ചർ ആൻഡ് വാല്യൂ ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തം ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ നിന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഞാൻ ബാക്കി വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് പറയാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നന്നായി നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിന് പോകുന്നതിന് മുൻപ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സിലബസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എക്സാമിന് പോകുന്ന സമയത്തൊന്ന് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്